ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പുറത്ത് കുറച്ച് പണികളുണ്ട് കേട്ടോ. നമ്മളെ ബാക്കിൽ ചെടികളും അതുപോലെ ചെമ്പരത്തിയൊക്കെ നന്നായി തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് മുമ്പ് അതിൻ്റെ ഒരു ഭാഗം വെട്ടി കളഞ്ഞിരുന്നു, പിന്നെയും ഉണ്ട് കേട്ടോ. അതൊക്കെ വെട്ടി ശരിയാക്കണം. അതുപോലെ തന്നെ ഒരു പുളിമരം ഉണ്ട്, അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെട്ടി ക്ലിയറാക്കി എടുക്കുന്നുണ്ട്. നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളും ഒപ്പം ഉണ്ട് കേട്ടോ, ആ മരത്തുമ്മ കയറാനും ചാടാനൊക്കെ. അപ്പോൾ അവർക്കൊന്ന് പെട്ടെന്ന് കയറി വരാനൊക്കെ അപ്പോൾ അധികം താഴെയാണ് അവർ കളി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചാൽ നായയെ വന്ന് കടിക്കുകയൊക്കെ ചെയ്യാൻ, പെട്ടെന്ന് ഓടിക്കയറി രക്ഷപ്പെടാനൊക്കെ ഒരു എന്താ പറയുക, ഒരു വഴിയാണ് കേട്ടോ അവർക്ക് മരം കയറലൊക്കെ. അപ്പോൾ നന്നായി കയറാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ കുറച്ച് ചെടികളുണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴോട്ടും മേലോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇതെല്ലാം വെട്ടിയിട്ട് തെങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ തെങ്ങിന് ഇതുപോലുള്ള ഇലകളും അതുപോലെ തന്നെ നമ്മളെ അടിച്ച് വാരി എടുക്കണ കുപ്പയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് കായ പിടിക്കാനൊക്കെ. അതുപോലെ നമ്മളെ വീട്ടിൽ കത്തിക്കണ വിറകിൻ്റെ ചാരം ഇട്ട് കൊടുക്കണം, ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കായൊക്കെ തെറിച്ച് പോകാതിരിക്കാനും, അച്ചിങ്ങൊക്കെ അധികം വീണ് പോകുമല്ലോ, അപ്പോൾ അതൊക്കെ പോവാതിരിക്കാനൊക്കെ വെണ്ണീർ അങ്ങോട്ട് കൊടുക്കണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ പുളിയുടെ കുറച്ച് കൊമ്പും വെട്ടി മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ അവരുണ്ട് കേട്ടോ. റാക്കിൻ്റെ മുകളിലേക്ക് ചാടാനും മരത്തുമ്മ കൂടി കയറി റാക്കിൻ്റെ മുകളിലേക്ക് ചാടുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലാത്ത സമയത്തൊക്കെ താഴെ ഇറങ്ങുമ്പോൾ എന്താ പറയുക, ശരിക്കും പേടിയാണ് കേട്ടോ. അതുപോലെ ഇഷ്ടം പോലെ നായ്ക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് ഒന്ന് മരത്തുമ്മൊക്കെ കയറി രക്ഷപ്പെടാനൊക്കെ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ. പൂച്ചകൾക്കൊക്കെ പിന്നെ മരം കയറാൻ പെട്ടെന്ന് പഠിക്കും. ഇവരുടെ ഈ കുസൃതി കാണാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ച് നേരം നോക്കി നിന്നാൽ നമ്മൾ എന്താ പറയുക, ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചെറിയ പൂച്ചക്കുഞ്ഞുങ്ങളെ കളി എന്ന് പറഞ്ഞാൽ അത്രയും രസകരമായൊരു കാഴ്ചയാണ് അല്ലേ. അതിന് ശേഷം കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫും അതുപോലെ എന്താ പറയുക, ഓമക്കായും കൂർക്കയും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ബീഫ് കറി കേട്ടോ. ബീഫൊക്കെ വെന്തതിന് ശേഷം നമ്മളതിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ആ കറിയിലിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയൊന്നും കാണിക്കുന്നില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അങ്ങനെ ബീഫൊക്കെ നന്നായി വെന്തതിന് ശേഷം ആ കഷ്ണങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കറിയിലേക്കാണ് നമ്മൾ കൂർക്കയും ഓമക്കായും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഒരുപാട് ഗുണമുള്ളതാണ് ഓമക്കായ. ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വൈകുന്നേരം കുറച്ച് ചോളോ കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ശരിയാക്കണം കേട്ടോ. അപ്പം എന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.